നടന്നുവരുന്ന കണ്ണൂർ ജില്ലാ കലോത്സവ നഗരയിലെ റിസപ്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ആധുനിക സജ്ജീകരണത്തോടുകൂടിയുള്ള സ്വീകരണം ഒരുക്കിയാണ് റിസപ്ഷൻ കമ്മിറ്റി പ്രവർത്തകർ ആതിഥേയരെ വരവേറ്റത്. കലോത്സവത്തിന്റെ 4ാം ദിവസമായ ഇന്ന് റിസപ്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചറിയാം. ഒരു പോരായ്മയും ഇല്ലാതെ പയ്യന്നൂരിന്റെ മണ്ണിൽ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ അതിഥികളെയും സ്വീകരിക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പയ്യന്നൂരിനകത്ത് ബഹുമാനപ്പെട്ട MLA ശ്രീ TI മധുസൂദൻ അവർകളും അതുപോലെ പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി KV ലളിത അവർകളും മറ്റു ജനപ്രതിനിധികളും എല്ലാ ടീച്ചേഴ്സും അതുപോലെ MPTA ആളുകളൊക്കെ പൊതു രാഷ്ട്രീയ രംഗത്തുള്ള മുഴുവൻ പ്രവർത്തകരും ഒന്നും അക്കമിട്ട് പറയാതെ എല്ലാവരും ഏറ്റവും നല്ല മനോഹരമായിട്ട് ഒരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് റിസപ്ഷൻ കമ്മിറ്റിയാണ്. എന്തുകൊണ്ടും ആ സമയബന്ധിതമായിട്ട് മുഴുവൻ അതിഥികളെയും സ്വീകരിക്കുക എന്നൊരു കടമ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ 4ാം ദിനത്തിലും. അതിൽ ഏറെ സന്തോഷമുണ്ട് ഈ ടീം വർക്കിനോട്. കലോത്സവത്തിലേക്ക് വരുന്നവരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു പുഞ്ചിരിയോടുകൂടി പിന്നെ എന്തെങ്കിലും നൽകിക്കൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു മോട്ടോ എന്നുള്ളത്. ഉദ്ഘാടനം സമാപനം ആ സെറ്റപ്പിലേക്ക് പോകുക എന്നുള്ളതാണ്. ഒരുപക്ഷെ കലോത്സവത്തിന്റെ ജില്ലാ കലോത്സവ ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ പയ്യന്നൂരുകാർ എന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിൽ നമ്മൾ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വിജയിക്കുന്നത് ഒരു ടീം വർക്കായിട്ടാണ്. എല്ലാവരും ഒരു സ്ട്രോങ് ടീം വർക്കാണ് ഇന്നലെ നമ്മൾ പറയുന്നത് പോലെ. ഏതായാലും വരുന്നവർക്കൊക്കെ അതേസമയം തന്നെ ബൈൻഡിങ് മെഷീൻ കാപ്പി ചൂട് ചായയൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. വളരെ വിജയകരമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ MLA സാറും DD ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതുപോലെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ എല്ലാ അധ്യാപക സുഹൃത്തുക്കളും വ്യത്യസ്ത സംഘടനയിലുള്ള മുഴുവൻ ടീച്ചേഴ്സും സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.